ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെല്ലാം പലതരത്തിലുള്ള ഇലക്കറികൾ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചീരയിലകളിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു ഇനം ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പേര് തന്നെ വന്നത്. ഒന്ന്, കണ്ണിന് പൊന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എല്ലാവിധ നേത്രരോഗങ്ങൾക്കും പ്രത്യേകിച്ച് തിമിരം പോലുള്ള അസുഖങ്ങൾക്ക് കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടാൻ എല്ലാം ഏറ്റവും മികച്ചതാണ് ഈ ചീര. ഈ ചീരയുടെ ഗുണങ്ങൾ കണ്ടറിഞ്ഞ് പണ്ട് കാലം മുതലേ നമ്മുടെ പൂർവികർ ഈ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത് മൂലം സ്വർണ്ണപ്പണിക്കാർ പണ്ട് ധാരാളമായി ഈ ചീര കഴിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, തലവേദന, കൈകാൽ മരവിപ്പ്, ഉദരസംബന്ധമായ രോഗങ്ങൾക്കെല്ലാം സിദ്ധ ഔഷധമാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് പൊന്നാങ്കണ്ണി ചീര പൂവിട്ടതാണ്. പൊതുവെ ഇലക്കറികൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. തമിഴ്നാട്ടിലാണ് ഈ ചീര വ്യാപകമായി കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത, മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഘടനയിൽ സ്വർണം അടങ്ങിയതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പണ്ട് മുതലേ പറയപ്പെടുന്നുണ്ട്. തണലത്ത് വളരുന്നവ നല്ല പച്ച കളറിലും നല്ല വെയിൽ ലഭിക്കുന്നിടത്ത് ഇത് ഇളം പിങ്ക് കളറിലേക്കും കാണപ്പെടാറുണ്ട്. ഇതുമൂലം രണ്ട് തരം പൊന്നാങ്കണ്ണി ചീര ഉണ്ട് എന്ന പ്രചരണമുണ്ട്. ഇത് തികച്ചും തെറ്റാണ്. ഈ ചീരയുടെ ഇലകളോട് സാമ്യമുള്ള ഒരിനം ചെടി നമ്മുടെ റോഡരികിലും മറ്റും ധാരാളം കാണുന്നുണ്ട്. അത് പൊന്നാങ്കണ്ണി ചീരയല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു കാര്യം, ഈ ചീര കിലോയ്ക്ക് 4000 മുതൽ 5000 രൂപ വരെ വിലയുണ്ട് എന്ന തരത്തിലുള്ള പൊള്ളയായ പ്രചരണങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അവഗണിച്ച് കളയണം. ഈ ചീരയുടെ ചെറിയ തളിപ്പുകൾ പറിച്ച് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ ചെറിയ കമ്പുകൾ പറിക്കാം. അതേപോലെ തന്നെ ഇതും പറിച്ച് നടാവുന്നതാണ്. അതുപോലെ ചെറിയ ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇതുപോലെ ചാണാപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തതിനകത്ത് നട്ടാൽ ഇത് വേഗം പിടിച്ച് കയറി വരും. ഇതിപ്പോൾ നല്ല പച്ച കളറാണ്. ഇതിവിടെ ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല വെയിലുള്ളിടത്താണെങ്കിൽ ചെറിയ ചുവപ്പ് കളറിലേക്ക് ഇത് മാറും. അങ്ങനെ രണ്ട് കളറിൽ കാണുന്നതുകൊണ്ട് രണ്ട് രീതിയിലുള്ള പൊന്നാങ്കണ്ണി ചീര ഉണ്ടെന്നൊരു പ്രചാരണം ഉണ്ടായി. ശരിയല്ല. പണച്ചെലവില്ലാതെ വലിയ പരിചരണങ്ങളില്ലാതെ നട്ട് നനച്ച് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ചീരത്തോരൻ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണിന് മാത്രമല്ല ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും പൊന്നായ ഈ ചീര നട്ടു വളർത്തി നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ചീരയുടെ വിശേഷങ്ങൾ തീരുന്നില്ല. അഗത്തിച്ചീരയുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.